നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു അപകടം സംഭവിക്കുന്നു. തുടർന്ന് കാലുകൾ മുറിച്ചു മാറ്റുന്നു. എന്നാൽ അവരെ വെറുതെ കൈയൊഴിയാനായിട്ട് സർക്കാർ ഒരുക്കമല്ല. അവരെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. കാഞ്ഞങ്ങാട് ഹൈവേ പട്രോളിനിടെ നിർത്തിയിട്ട പോലീസ് ജീപ്പിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചികിത്സയ്ക്ക് പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നിന്ന് പണം അനുവദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വീതം ആദ്യഘട്ടമായി അനുവദിക്കും. സൂരജ്, അലോഷ്യസ് എന്നീ പോലീസുകാർ മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനും നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. നേരിട്ട് അദ്ദേഹം വിളിച്ചാണ് ഈ നിർദ്ദേശങ്ങൾ ഏകോപിപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരികെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അനുയോജ്യമായ ഇടങ്ങളിൽ ജോലി ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡ്യൂട്ടിക്കിടയിലാണ് ഇവർക്ക് അപകടം സംഭവിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വളരെ കരുതലോടെ ചേർത്ത് നിർത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ തേടുകയും മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് പിന്നീട് അവർ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കാൻ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും കാണിച്ചിട്ടുള്ള ഈ മനസ്സ് അത് വളരെ നല്ലൊരു കാര്യമാണ്. കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെ CPOമാരായ സൂരജ്, അലോഷ്യസ് എന്നിവരുടെ കാലുകളാണ് അപകടത്തിൽ മുറിച്ചു നീക്കേണ്ടി വന്നത്. ഇപ്പോൾ മംഗളൂരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ കാൽമുട്ടിന് താഴെ വെച്ചും മറ്റൊരാളുടെ കാൽപാദവുമാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. വ്യാഴാഴ്ച ഐങ്കോത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ദേശീയപാതയോരത്ത് അപകട സാധ്യത ഉയർത്തി പാർക്ക് ചെയ്ത ലോറികളെ അവിടെ നിന്ന് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു പോലീസുകാർ. ഈ സമയത്താണ് കാഞ്ഞങ്ങാട് നിന്ന് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. ഈ കാർ വളരെ അമിത വേഗത്തിലാണ് ഉദ്യോഗസ്ഥരെ ഇടിച്ച ശേഷം പോലീസ് ജീപ്പിന്റെ പിന്നിൽ ഇടിച്ചു നിർത്തിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലീസ് ജീപ്പിനും കാറിനും ഇടയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ പരിക്കുകൾ വളരെ ഗുരുതരമാണ്. അവർക്ക് അരയ്ക്ക് താഴേക്കാണ് ഈ ഒരു കാറിന്റെ ഭാഗം ഇടിച്ചു നിർത്തിയത്. അതിനാൽ തന്നെ ഇങ്ങോട്ടേക്കും അവർക്ക് ഓടി രക്ഷപ്പെടാൻ, പെട്ടെന്ന് അങ്ങോട്ട് മാറാനുള്ള ഒരു സമയം പോലും ലഭിച്ചില്ല. ഉടൻ തന്നെ ഇവരെ കാഞ്ഞങ്ങാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് വളരെ ഗുരുതരമായതിനാലാണ് പിന്നീട് മംഗളൂരിലേക്ക് മാറ്റുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ എന്നിവരും ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായും ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയും ആവശ്യമായ എല്ലാ മികച്ച ചികിത്സാ സഹായങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ഡ്യൂട്ടിയിൽ ഇരിക്കുകയാണ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അതും 2 പേരും വളരെ ചെറുപ്പമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഇനി അവർക്ക് ഈ തങ്ങളുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇനി തങ്ങളുടെ ഭാവി, തങ്ങളുടെ ജോലി എന്താകും എന്നുള്ള ഒരു ആശങ്കയും ഒരു ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം, മാതൃകാപരമായിട്ടുള്ള ഒരു നീക്കം, അത് വളരെ വേഗത്തിൽ എടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും ഒരു മാതൃകയായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട അവരുടെ ഒരു കാലുകൾക്കോ അല്ലെങ്കിൽ അവർക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു വേദനകൾക്കോ പകരം നൽകാനാകില്ല ഒന്നും. പക്ഷെ എന്നിരുന്നാലും ഈ സമയത്ത് സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ് അവരെ ചേർത്ത് പിടിച്ചത് നല്ല കാര്യമാണ്. അതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയായിരിക്കണം ഒരു സർക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം ഒരു ആഭ്യന്തരമന്ത്രി പെരുമാറേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം വലിയൊരു അഴിച്ചുപണി നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ വേരറുക്കാനായിട്ട് കേരള പോലീസും എക്സൈസ്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളൊക്കെ ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പദ്ധതി അത് അതിഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. ദി നാർക്കോ ഹണ്ട്, ഇതിനെതിരെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികൾ
കുട്ടികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ വലിയ പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. മയക്കുമരുന്നിന്റെ വ്യാപനം കാരണം മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് പോലും ഭയത്തോടെയാണ്. പുതിയ കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത പുതിയ തലമുറയെ വളർത്തിയെടുക്കണം. സജീവമായ മയക്കുമരുന്ന് ലോബിയെ തകർക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാരുടെ സേനയ്ക്ക് മാത്രമേ സാധിക്കൂ. അവരുടെ വേരെറുക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്നും ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ലഹരിക്ക് എതിരായിട്ടുള്ള പല നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ അതിശക്തമായിട്ട് കേരളത്തിൽ പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി കിലോ കണക്കിന് കഞ്ചാവും മറ്റുള്ള ലഹരി വസ്തുക്കളാണ് പല മേഖലകളിൽ നിന്നും പിടികൂടുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ പുതിയൊരു തലമുറയെ ലഹരിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് അവരുടെ ഭാവി നശിക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്.